സ്വർണ്ണക്കൊള്ളയുടെ പേരിലാണ് സർക്കാർ ഇപ്പൊ തോറ്റതെന്നൊക്കെയാണ് പലരും പറയുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ കോൺഗ്രസ് ഒരു തരത്തിലും മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന ഒരു പ്രതികരണം ഒന്നും നടത്താതെ ചെയ്തിട്ട് ഒരു ദിവസം രമേശ് ചെന്നിത്തല, അതായത് ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് 1-2 ദിവസം മുമ്പ് രമേശ് ചെന്നിത്തല വന്നിട്ട് പറയാണ് ഇതിൽ 500 കോടിയുടെ ക്രമക്കേട്, സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇന്ന് വരെ SITയോ കോടതിയോ പോലും സ്പെസിഫൈ ആയിട്ട് പറയാത്ത ഒരു തുക രമേശ് ചെന്നിത്തല പറയുകയാണ് 500 കോടിയുടെ ഇടപാട് നടന്നിട്ടുണ്ട്, സാമ്പത്തിക ഇടപാട് ശബരിമലയിൽ നടന്നിട്ടുണ്ട്, പല കള്ളത്തരങ്ങളുണ്ട്, ഇതിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യവസായിയെ, ഒരു കുറ്റവാളി തന്നെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അയാളെ വേണമെങ്കിൽ ഹാജരാക്കാം SITയുടെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞു. SIT ഇതൊക്കെ വിളിച്ചപ്പോൾ ഇതൊക്കെ ഒരു കത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അതിനുശേഷം SIT മൊഴിയെടുക്കാൻ വിളിക്കുമ്പോഴൊക്കെ രമേശ് ചെന്നിത്തല തെന്നി കളിക്കുകയാണ്. ഇപ്പൊ അവരാ പറ്റില്ല, സമയമില്ല, എനിക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രമേശ് ചെന്നിത്തല പോയി എന്നാണ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. യഥാർത്ഥത്തിൽ ഈ ശബരിമല വിഷയം അതല്ല, ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ ഉണ്ട്, ഈ CPM പരാജയപ്പെടാനുള്ള കാരണങ്ങൾ ശബരിമല മാത്രമല്ല. പക്ഷേ കോൺഗ്രസിന് ഇതിനെക്കുറിച്ച് എന്തൊക്കെ അറിയാം, പ്രത്യേകിച്ച് ചെന്നിത്തലയ്ക്ക് അറിയാം. എന്നിട്ടും ഇതുവരെ ചെന്നിത്തല ഇതിൽ ഒരു അക്ഷരം ഇണ്ടാതിരുന്നിട്ട് അവസാന നിമിഷത്തിൽ ചെന്നിത്തല ഞങ്ങൾ വളരെ സത്യസന്ധരാണ്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? അതൊരു സത്യസന്ധമായിട്ട് പുള്ളി കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചു. പുള്ളിക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാകുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ പറയണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ കരുതാൻ. അയാൾ പറഞ്ഞു ആന്റിക് ബിസിനസ് ആണെന്ന് പറഞ്ഞു. അതിനകത്ത് 500 കോടി രൂപയുടെ അല്ലെങ്കിൽ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, കടൽ കടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ അത് വ്യക്തത വരുത്തി പറയാൻ ആന്റിക് ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര ലെവലിൽ ആന്റിക് ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനെ കൂടെ കൊണ്ടുപോയിട്ടാണ് ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കേസിനകത്ത് SIT അന്വേഷണം പപ്പൻ വരെ വന്നു. പപ്പന് ഇതിനകത്ത് നിയമപരമല്ലാത്ത കാര്യങ്ങൾ നടന്നു എന്ന് അക്സെപ്റ്റ് ചെയ്തു. ഞാനതിന് വേണ്ട പഴുതുകൾ എനിക്ക് വന്ന ഡയറക്ഷൻ അനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മന്ത്രിയും തന്ത്രിയും ഒക്കെ ഉണ്ട്. അത് ഇത് മാത്രമല്ല, അയാൾ ഈ പറയുന്ന തന്ത്രിയുടെയും അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യേണ്ടി വന്നു എന്നും മന്ത്രിയുടെ ഡയറക്ഷൻ കിട്ടിയെന്നും എല്ലാം വ്യക്തപ്പെടുത്തി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞതാണ്. അപ്പൊ ഇതിനകത്ത് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഇപ്പൊ ആൾക്കാർക്ക് തോന്നുന്നു. SIT അല്ലെങ്കിൽ പപ്പനിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പൊ 2ാമത്തെ ദിവസം മൂരി ബാബുവിനെയും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും 2ാമത്തെ കേസിൽ കസ്റ്റഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2 കേസും അങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന സമയത്തായിരുന്നു ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിൽ ജനം ഈ പറയുന്ന കോടതി പറഞ്ഞ കടൽ കടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അന്വേഷിക്കണം, അതിൻ്റെ ഗൂഢാലോചന അന്വേഷണം ആ രീതിയിൽ നടക്കണമെങ്കിൽ വലിയ വലിപ്പത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മന്ത്രിക്ക് അപ്പുറമുള്ള ആൾക്കാർ ഇതിനകത്ത് പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ കോടതി പറഞ്ഞപ്പം അങ്ങനെയൊന്നുമില്ല, മന്ത്രി ഇല്ല, തന്ത്രി ഇല്ല, എല്ലാവരെയും ഒഴിവാക്കുന്ന രീതി കോടതി പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല ഇങ്ങനെ പറഞ്ഞു. ഇപ്പം ആൾക്കാർ പ്രതീക്ഷയായി. പക്ഷേ രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് അറസ്റ്റ് ചെയ്തോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല ഇപ്പൊ കോൺഗ്രസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യയെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള പോലെ സോണിയാഗാന്ധിയുടെ കൂടെ നിസ്സാരമായിട്ട് നിൽക്കുന്നതല്ല കണ്ടത്. സോണിയാഗാന്ധിയുടെ അനുജത്തിക്ക് അന്താരാഷ്ട്ര ലെവലിൽ ആന്റിക് ബിസിനസ് ആണ്. സോണിയാഗാന്ധിയുടെ മകളുടെ ഭർത്താവിന് വാദ്രയ്ക്ക് ഈ പറയുന്ന പോലെ പാരമ്പര്യമായിട്ട് ഈ ബിസിനസ് ആണ്, ഇപ്പൊ വലിയ വലിപ്പത്തിൽ ചെയ്യുന്നു. അപ്പൊ ഇയാൾ അവിടെ നിൽക്കണമെങ്കിൽ ഇയാൾക്കറിയാവുന്ന പണി സ്വർണം കൊള്ളയിപ്പ. അത് കടല് കടത്തണമെങ്കിൽ അതുപോലുള്ള ബന്ധം വേണം. ആ ബന്ധം ഏറ്റവും കൂടുതൽ സംശയിക്കത്തക്ക രീതിയിലേക്ക് നമ്മൾക്ക് നിസ്സാരക്കാരന് പോലും നോക്കുമ്പോൾ സോണിയാഗാന്ധി അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രം മാത്രം മതി. DK ശിവകുമാർ പോലും വിളിച്ചിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റും. മാത്രമല്ല ഇതിനകത്ത് LDF UDF കൺവീനറിന്റെ കൂടി ഇയാൾ നിൽക്കുന്നുണ്ടല്ലോ. KPCC പ്രസിഡന്റ് ആവാൻ രാഹുൽ ഗാന്ധി നോമിനേറ്റ് ചെയ്ത പത്തനംതിട്ട MP. അയാൾ അവിടെ ഏതോ കാര്യം പറഞ്ഞ് സുധാകരനെ തന്ന് സുധാകരനെ മാറ്റിയതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതുകൊണ്ടോ ഇടപെടലുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതാണ്. ആ പത്തനംതിട്ട MP കൂടി ഇയാൾ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഇതിനകത്ത് പത്തനംതിട്ട MP കീഴിലാണ് സന്നിധാനം. അപ്പം ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ കോൺഗ്രസിനകത്ത് എന്തുകൊണ്ട്? മാത്രമല്ല രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പൊ കേന്ദ്രത്തിൽ വലിയ ഗ്രിപ്പൊന്നും ഇല്ലേ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നാളെ കാലത്തെ ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടി താല്പര്യമുള്ളപ്പോൾ അതിനൊരു സാധ്യതയില്ലാത്ത സമയത്താണ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ എനിക്കറിയാം, ഞാനത് പറയും, ആന്റിക് ബിസിനസ് നടന്നിട്ടുണ്ട്, 500 കോടിയുടെ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഇവിടുത്തെ മന്ത്രിയുടെയും അല്ലെങ്കിൽ
പപ്പന്റെയും മറ്റു ചിലരുടെയൊക്കെ കാര്യങ്ങൾക്കകത്തല്ല പറയാനുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ പറയുന്നല്ലോ സ്വർണ്ണക്കൊള്ള നടത്തിയത് കൊണ്ടാണ്, ഈ പറയുന്ന അയ്യപ്പന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ്. രണ്ട് പാർട്ടിക്കാരും ആ വിഷയം ഏറ്റെടുക്കാത്തപ്പോഴും ഒരുപക്ഷെ ജനം ഏറ്റെടുത്ത് ഇത്തരത്തിൽ അയ്യപ്പന്റെ സ്വർണം ഉൾപ്പെടെയുള്ളത് കൊള്ളയടിച്ചത് CPM-ന്റെ കെയർ ഓഫിലാണ്, പിണറായി വിജയന്റെ കെയർ ഓഫിലാണെന്ന് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ഈ അവസ്ഥ വന്നത്, അല്ലെ ഇലക്ഷൻ റിസൾട്ട് വന്നത്. ഇത് വലിയ വലിപ്പത്തിൽ ഉപയോഗിച്ചുകൂടായിരുന്നു കോൺഗ്രസിന്. രമേശ് ചെന്നിത്തല ഇലക്ഷന് മുമ്പാണല്ലോ ഇത് വിളിച്ചു പറഞ്ഞത്, ഞാൻ SITക്ക് കത്തെഴുതിയത്, എനിക്ക് തരാൻ തെളിവുകളുണ്ട്, നിങ്ങൾ കേൾക്കണം, സ്വീകരിക്കണം. പരസ്യമായിട്ട് മാധ്യമങ്ങളാണല്ലോ പറഞ്ഞ്, രഹസ്യമായിട്ടല്ലോ പറഞ്ഞു. എന്നിട്ടാര് ഇലക്ഷൻ കഴിഞ്ഞ് കൊടുത്താൽ മതി ഈ മൊഴി എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഇതുവരെ കൊടുത്തിട്ടുണ്ടായ മാധ്യമങ്ങൾ വന്നതിനെ മൊഴി കൊടുത്ത പോലും എന്തുകൊണ്ട് വന്നു? അപ്പം അതിനകത്ത് ചവിട്ടിപ്പിടിക്കാനുള്ളത് CPM-കാരെ അല്ല, മറച്ചു പിടിക്കാനുള്ളത് CPM-കാരെ അല്ല. അല്ലെങ്കിൽ കുറ്റവാളികളായിട്ട് രമേശ് ചെന്നിത്തല പറയാൻ പോകുന്നത്, ഇടപാട് നടന്നത് 500 കോടി അടിച്ചു മാറ്റിയത് CPM അല്ല, അതിനകത്തൊരു കോൺഗ്രസ് ബന്ധമുണ്ട്. അത് പരസ്യമായിട്ട് പറഞ്ഞപ്പോഴും SIT എടുത്ത് പോകുമെന്ന് പറഞ്ഞപ്പോഴും പോവല്ലേ, നമുക്ക് കാര്യങ്ങൾ പരിഗണിക്കാം. അതുകൊണ്ടാണ് ഇപ്പം തിരിഞ്ഞ് വീണ്ടും വന്നു. ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു അതിനകത്ത് മന്ത്രിയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് ചെയ്യണമെങ്കിൽ മന്ത്രി ഈ ഇടപെടാതെ നടക്കത്തില്ല. ഇതൊക്കെ തന്നെയാണോ പപ്പനും പറഞ്ഞത്? പപ്പൻ വളരെ പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെ നേതാവ് അയാൾ പറഞ്ഞത്, എന്നെ കൊണ്ട് ഈ ജയിച്ചത് മന്ത്രിയാ, എന്നെ കൊണ്ട് ഞാനല്ലത് ചെയ്ത്, എന്നെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന തന്ത്രി ഇടപെട്ടാ ചെയ്ത്. തന്ത്രി അവിടെ വരുന്ന ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെ ഉൾപ്പെടെ ബന്ധമുണ്ട്. ഉണ്ണികൃഷ്ണൻ പൂറ്റി 2007 തൊട്ട് അവിടെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ പൂറ്റി 2007 തൊട്ട് എന്നെ പോലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അല്ലെങ്കിൽ അന്നിരുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നിരുന്ന ഒരു മന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ കൊള്ളകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ 18-ാം പടിയിൽ കൊള്ള നടന്നിട്ടുണ്ട്. അവിടുന്ന് കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുപോയി പൂജ എന്ന് പറഞ്ഞ് വ്യാജേന കൊണ്ടുപോയിട്ടുണ്ട്. ഈ പറയുന്ന എന്താണ് കൊടിമരത്തിന്റെ കെയർ ഓഫിൽ ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ 2017 വന്ന എന്നെ പിടിച്ചകത്തിട്ടു, ഞാൻ സമ്മതിച്ചു, ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്വർണം ചെമ്പാണെന്ന് എഴുതി ഒപ്പിടിച്ചു, വെട്ടി തിരുത്തി, എല്ലാം ശരിയാ. എന്നെ മാത്രം എന്തിനാ ക്രൂശിക്കുന്നേ? എൻ്റെ കൂടെ 2 ദേവസ്വം ബോർഡ് മെമ്പർമാരില്ലേ, അവരുടെ പേരിൽ എന്താ കേസില്ലാത്തത്? ഇത് ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചതല്ലേ, ഒരു വിയോജനക്കുറിപ്പ് പോലും ഇല്ലല്ലോ. അപ്പൊ ഇത് മൊത്തം ഫാബ്രിക്കേറ്റ് അല്ലേ, എന്നെ എന്തിന് ക്രൂശിക്കുന്നു എന്ന് പറഞ്ഞ കാര്യമല്ലേ ഇപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞത്? അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, പുതിയതായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് ഇത് ഈ നമ്മൾ പറയത്തില്ലേ, ഞാൻ മരിക്കുന്നതോടുകൂടി ഈ സത്യവും കുഴിച്ചു മൂടപ്പെടട്ടെ എന്ന് പറഞ്ഞ പോലെ ആ മണ്ണിലേക്ക് ഈ സാധനത്തിനെ കുഴിച്ചു മൂടി ഈ സ്വർണ്ണക്കൊള്ള CPM അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ രമേശ് ചെന്നിത്തല ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞപ്പം രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി സ്ഥാനമോ അല്ല കോൺഗ്രസിൽ അദ്ദേഹത്തിനെ പരിഗണിക്കാത്ത വിഷയമൊക്കെ തീർത്തു കൊടുത്തപ്പം ഇതിനെ കുഴിച്ചു മൂടി, രണ്ടുപേരുടെ ഒന്നിച്ച് മണ്ണ് വെട്ടിക്കൊണ്ടിരിക്കുക. പപ്പൻ ഇതിനെ കുഴിച്ചു മൂടി അതോടുകൂടി ഇത് അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാം. കേസിന്റെ ഫോർമാറ്റ് അനുസരിച്ച് കേസ് അറിയാമല്ലോ. ഇപ്പൊ 2 കേസ്, രണ്ടാമത്തെ കേസിൽ പപ്പനെ ഇതാക്കിയിട്ടുണ്ട്. അതിന്റെ കെയർ ഓഫിൽ ഇപ്പൊ പപ്പനെ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയ കസ്റ്റഡി വാങ്ങും, അത് കഴിഞ്ഞിട്ട് ആരെ വാങ്ങും, മൂരിബാബുവിനെ വാങ്ങും. അങ്ങനെ മൊത്തം പേരെ മേടിക്കും. അത് കേസ് ക്ലോസ് ചെയ്യാൻ അതിന്റെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഞങ്ങൾ ചോദ്യം ചെയ്തു, അന്നേരം അങ്ങനെയാണ്. അതോടുകൂടി ഈ 2 കേസും തീരും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ വാസുവോ ഈ പറയുന്ന പപ്പനോ അവിടെ കിടന്ന് പൊതുവെ ആളുകൾ പറഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്ക് അധികാരം എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വലിയ ഉടുമ്പ് പിടിച്ചതുപോലെ അങ്ങേർക്ക് അധികാരം ഇല്ലാതെ പറ്റില്ല. അതൊരു വല്ലാത്ത അതുകൊണ്ട് ഇങ്ങനെ ഈ ശബരിമല കേസ് വെച്ചിട്ട് കേന്ദ്രത്തില് സോണിയാഗാന്ധി മറ്റവരെയൊക്കെ ഇനി അടുത്ത UDF ജയിച്ചാൽ, നിയമസഭയെ ജയിച്ചാൽ ഇങ്ങേർക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം വേണം. മുഖ്യമന്ത്രിയാണ് ആഗ്രഹിക്കുന്നത്, അത് കേസ് വിട്ടുകൊടുക്കുമെന്ന് അറിയില്ല. പക്ഷെ അതിനുവേണ്ടി കട്ടായം പിടിച്ചു. കാരണം ഈ അധികാരം എന്ന് പറയുന്നത് ഇതുപോലെ മരിക്കുന്ന ഒരു മനുഷ്യൻ കോൺഗ്രസ് വേറെ ഇല്ലെന്നാ പറയുന്നത്. കരുണാകരന് ശേഷം അധികാരമോഹിയായ ഒരാള് ചെന്നിത്തല. അതുകൊണ്ട് ഇത് ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോഴാണ് കോൺഗ്രസിന് ഇയാൾ ഇത് കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നതെന്നാ പലരും പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് മനസ്സിലായില്ല, അന്താരാഷ്ട്ര കള്ളക്കടത്ത് നടന്നിട്ടുണ്ട്. അതിനകത്ത് മന്ത്രി ഉണ്ടെങ്കിലും തന്ത്രി ഉണ്ടെങ്കിലും അതിന്റെ പുറകിൽ ഈ പറയുന്ന സോണിയാഗാന്ധിയും കോൺഗ്രസ് എംപിമാരും ഉണ്ട്. അതിന്റെ തെളിവുകളാണ് കാണിച്ച് വിരട്ടി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു സംഭവം വെളിയിൽ കൊണ്ടുവന്നാൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള സോണിയാഗാന്ധി ഒന്നാമത് നാടുകൂടായിരിക്കും എന്ന് പറയുന്നത്. അതിന് മുമ്പ് ഇതും കൂടെ വന്നാൽ കോൺഗ്രസിന് അപ്പം അത് അവിടെ നിൽക്കുക, നിങ്ങളുടെ കാര്യം റെഡിയാക്കി തരാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഇതിനകത്ത് കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. രമേശ് ചെന്നിത്തലയെ അറസ്റ്റ് ചെയ്തു കോൺഗ്രസ് എന്ന് വേണം കരുതാൻ.